ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കും മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഉള്ള ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന ഡ്രാമയുടെ അപ്ഡേറ്റ്സ്, പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഡ്രാമ തുടങ്ങണം എന്ന പോളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായും വാട്സപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മൂവിനെയും സാൻലിയുമാണ്. രാത്രി സമയത്ത് സാൻലി ഡ്രൈവിംഗ് അല്ല ഡ്രിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായി വന്ന് നിൽക്കുകയാണ്. അവന്റെ കൂടെ ആ ടീം അവളുണ്ടല്ലോ, അവനിങ്ങനെ ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സാധനമൊക്കെ റോഡിൽ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഇത് എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇതിന് സർക്കിൾ കണക്ക് എനിക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണെന്ന് അവൻ പറയുന്ന ടീം. ഇത് ജിൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണെന്ന് മനസ്സിലാക്കുന്ന അവൾ ജിൻ വേറെന്തൊക്കെ പറഞ്ഞു തന്നു ചോദിക്കുമ്പോൾ ജിന്നിന്റെ ഒരു ഓഡിയോ റെക്കോർഡ് സാൻലി കേൾപ്പിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട ശേഷം നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് അവൻ ചോദിക്കുമ്പോൾ മനസ്സിലായി അവൾ തലയാട്ടി കൂട്ടത്തിൽ അവന് വല്ലതും മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായിന്ന് അവൻ ഒരു നമ്പർ ഇറക്കുന്നുണ്ട്. ആക്ച്വലി അവനൊന്നും മനസ്സിലായിട്ടില്ല. അവന് വണ്ടി ഡ്രൈവ് ചെയ്യാൻ അറിയാമെന്ന് അല്ലാതെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പരിചയമോ അറിവോ ഒന്നുമില്ല. എന്നിരുന്നാലും ഇവക്ക് പോലും മനസ്സിലായി, ഇനി എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടായാലോ എന്ന് കരുതിയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സാൻലി അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു കോണിന് ചുറ്റുമായി ഡ്രിഫ്റ്റ് ചെയ്യാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ കോണൊക്കെ തട്ടിയിട്ട് ഒരുമാതിരി തെറ്റായിട്ടാണ് അത് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യാണല്ലോ, പക്ഷെ അവന് നന്നായി ചെയ്യാൻ സാധിക്കുന്നില്ല. അത് കൂടെ ഉണ്ടായിരുന്ന മൂവിന് മനസ്സിലാവുന്നുണ്ട്, നീ ചെയ്യുന്നത് കറക്റ്റ് അല്ലല്ലോ എന്ന് അവളിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ തന്നെ അവൾക്ക് അച്ഛന്റെ കൂടെയുള്ള പഴയ ചില ഓർമ്മകൾ വരുന്നുണ്ട്. അവൾ കുഞ്ഞായിരുന്നപ്പോ അച്ഛൻ ഇതുപോലെയൊക്കെ അവളെ കാറിലിരുത്തി അഭ്യാസങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു, വളരെ എൻജോയ് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പൊ വീണ്ടും അതേ കണക്കൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന അവൾ സാൻലിക്ക് അവന്റെ തെറ്റുകൾ കണ്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് പക്ഷെ നന്നായി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തുന്നുണ്ട്. നീ ഇതിനു മുന്നേ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവൾ വളരെ കൂളായി പറയുമ്പോൾ അവന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ഞാനൊരു കല്യാണം പോലും കഴിച്ചിട്ടില്ല, എന്റെ ജീവൻ വെച്ച് നീ കളിക്കില്ലെന്നെല്ലാം അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞു കൊടുത്തും ഇപ്പൊ ഫോണിൽ കൂടി ജിൻ പറഞ്ഞു മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ട് അവളവിടെ പെർഫെക്റ്റ് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് സർക്കിളില്, അതിനുശേഷം ഒരു പെർഫെക്റ്റ് 8 ഷേപ്പും അവൾ അവിടെ ഡ്രിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അവളുടെ ഈ ഒരു ടാലന്റ് കണ്ട് സാൻലി ഭയങ്കരമായി അമ്പരന്ന് പോകുന്നുണ്ട്. ഇതിനു മുന്നേ റേസിംഗ് പഠിച്ചിട്ടും ഇല്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല, എന്നിട്ട് അവൾക്ക് എങ്ങനെ ഇത്ര നാച്ചുറൽ ഈ ഒരു ടാലന്റ് കിട്ടിയെന്നല്ല അവൻ അന്തം വിടുമ്പോ എന്റെ അച്ഛൻ വലിയൊരു റേസർ ആയിരുന്നു എന്ന് അവൾ പറയുമ്പോഴാണ് സാൻലി ആ കാര്യം അറിയുന്നത്. ഒരുപക്ഷെ ജിന്നിന്റെ കൂടെയുള്ള അച്ഛനെ സാൻലി കണ്ടു തുടങ്ങിയ ആ സമയം തൊട്ട് അദ്ദേഹം ഇങ്ങനെ റേസിലും കാര്യങ്ങളിലും ഒന്നും പങ്കെടുക്കാതെ ലൈഫ് ആകെ തകർന്നടിഞ്ഞിരുന്ന സമയത്താണല്ലോ കാണുന്നത്. അപ്പോൾ അതിന് മുന്നത്തെ നല്ലതായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഇതുപോലെ ഇഷ്ടപ്പെട്ട് റേസിംഗും മറ്റും ചെയ്തിരുന്നത്. അവരങ്ങനെ അവിടെ ഉള്ളപ്പോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മൂ വിളിച്ചത് പ്രകാരം വന്നതാണ്. എന്തായാലും ഞാനേ അവിടെ കാണുന്ന സാൻലി ഇവളെന്ത് ഇവിടെ നിന്ന് മറ്റുള്ളത് മുന്നേ പരിചയമുള്ള കണക്ക് പറയുമ്പോൾ അറിയാവോ ഇവളെന്ന് ചോദിക്കുമ്പോ പിന്നെ ഇവളെന്റെ ചൈൽഡ്ഹുഡ് ക്രഷ് അല്ലേ എന്ന് മൂവിനോട് സാൻലി പറയുന്ന ടീം പിന്നെ അതൊന്നുമല്ല, ഞങ്ങൾ ഇടയ്ക്ക് നെയ്ബേഴ്സ് ആയിരുന്നു, അങ്ങനെയുള്ള പരിചയമാണെന്ന് ഞാനാ പറയുന്നു. എന്തായാലും മൂ ആവശ്യപ്പെട്ട പ്രകാരം ഡ്രൈവിംഗ് സ്കൂളിൽ അവളെ എൻറോൾ ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാനാ പറയുന്നുണ്ട്. കൂടാതെ ഞാൻ നല്ല വൈബുള്ള നല്ല ഹോട്ടായ പയ്യന്മാരുള്ള ഒരു പാർട്ടി പ്ലേസിലേക്ക് കൊണ്ടാന്നും പറഞ്ഞ് എങ്ങോട്ടേക്കോ ഞാനാ മൂവിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ സാൻലി എവിടേക്ക് അവളെ കൊണ്ടുപോകുന്നില്ല ഉറക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും ഞാനാ മൂവിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്താന്ന് പറഞ്ഞല്ലോ. ഭയങ്കരമായി അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇവിടെ തായ്ലൻഡിലെ ആളുകൾ മാത്രമല്ല, ചൈനീസ് സംസാരിക്കുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വളരെ രസകരമായ കാർ ഡിസ്പ്ലേ ഉണ്ട്. സൂപ്പർ കാർ, പെർഫോമൻസ് കാർ, ഷോ കാർ എന്നിങ്ങനെ പലവിധ കാറുകൾ ഇവിടെ ഉണ്ടെന്നല്ല, കാറുകളോട് ഒരു ഇൻട്രസ്റ്റ് മൂന്നും ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ഞാൻ പറയുമ്പോൾ ഈ പെർഫോമൻസ് കാർ എന്താ അത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ എന്ന് മൂവും ഡൗട്ട് ചോദിക്കുന്നു. പെർഫോമൻസ് കാർ കാണാൻ വലിയ ലുക്ക് ഒന്നും തോന്നില്ല, പക്ഷെ അത് കിടുക്കൻ പെർഫോമൻസ് ആയിരിക്കും. മോഡിഫൈ ചെയ്ത് നമുക്കത് ആവശ്യാനുസരണം മാറ്റിയെടുക്കാം. പിന്നെ ഷോക്കേസ് കാർ പേര് പോലെ തന്നെ കാണാൻ സൂപ്പർ ആയിരിക്കും. അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ കണ്ടാലൊന്നും ആരും കൊതിക്കും, പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു ത്രില്ലൊന്നും തരില്ല. പിന്നെ എന്റെ ഫേവറേറ്റ് സൂപ്പർ കാർ എന്ന് പറഞ്ഞ് അവളങ്ങനെ ഓരോ കാറിനെ പറ്റി പറയുമ്പോൾ അതിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ മൂവ് എടുക്കുന്നുണ്ട്. ഇതേ ടീം അവിടെ മറ്റൊരു കാർ വരുന്നുണ്ട്. അതൊരു വെറൈറ്റി കാറാണ്, പക്ഷെ എനിക്ക് അത് കണ്ട വളരെ ബൾക്കായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ മോഡൽ കാറിനോടൊന്നും തീരെ താല്പര്യമില്ലാന്ന് അത് കാണിച്ച് ഞാനാ പറയുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സാൻലി തിരിച്ച് ജിന്നിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. മൂവിനെ സേഫായി വീട്ടിലാക്കിയില്ലെന്നല്ല ജിൻ ചോദിക്കുമ്പോ നിനക്ക് ആ ഞാനേ അറിയില്ലേ ഫോർച്യൂൺ ടെല്ലർ, അവള് വന്ന് എവിടോ പാർട്ടി ചെയ്യാനാണെന്നും പറഞ്ഞു മൂവിനെ കൂട്ടിക്കൊണ്ട് പോയിന്ന് സാൻലി പറയുമ്പോ വേഗം തന്നെ ജിൻ മൂവിനെ വിളിക്കുന്നുണ്ടെങ്കിലും മൂവ് ആകട്ടെ അവന്റെ കോള് കട്ട് ചെയ്ത് വിടാണ്. മറ്റേ ആ ഒരു പ്രൊട്ടക്ഷൻ പാക്കറ്റിന്റെ പേരില് ഇച്ചിരി കലിപ്പിലാണല്ലോ അവൾ അവനോട്. എന്നാലും അപ്പോഴേക്കും ഞാനേ ആവട്ടെ ഇവിടെ ഇഷ്ടം പോലെ പയ്യന്മാരുണ്ട്, നിന്റെ ടൈപ്പിനൊത്ത ആളെ നോക്കി അങ്ങ് സെലക്ട് ചെയ്തോളാം നീ പറയുമ്പോ മൂ ഒന്നും മിണ്ടുന്നില്ല. ആ പയ്യൻ നിന്റെ ടൈപ്പാണോ അല്ലെങ്കിൽ ഈ പയ്യൻ നിന്റെ ടൈപ്പാണോ എന്നെല്ലാം ഞാൻ ഓരോ പയ്യന്മാരെ കാണിക്കുമ്പോ അല്ലാന്നെല്ലാം മൂ പറയുന്ന ടീം നിനക്ക് ജിന്നിനെ പോലെ ഒരാളെ ആണല്ലോ ഇഷ്ടം അല്ലേന്ന് മൂവിന്റെ മനസ്സ് മനസ്സിലാക്കി ഞാൻ അവിടെ ചോദിക്കുമ്പോ ജിന്നിന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോ തീരെ ശരിയല്ല എന്ന് പറഞ്ഞു അവളുടെ ചെവിയിൽ ഒരു രഹസ്യം മൂ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആ ഒരു പാക്കറ്റിന്റെ കാര്യമാണ്. അത് കേൾക്കുന്ന ഞാനാവട്ടെ നേരിട്ട്
നിനക്ക് തന്നതല്ലോ. ഒരു പക്ഷെ പുള്ളിക്ക് വേറെ ഗേൾ ഫ്രണ്ടോ വല്ലതും ഉണ്ടെങ്കിൽ പാക്കറ്റ് മാറി നിന്റെ അതിനകത്ത് ആയി പോയതാണെങ്കിലോ എന്ന് പറയുമ്പോ അത് എനിക്കും ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എങ്ങനെ ഒരു അനീതിയായി എന്നെ പുള്ളി കാണുമ്പോ ഞാൻ ഇതൊക്കെ നേരിട്ട് ചോദിക്കുന്നത്? എന്നെ അനീതിയായി കാണാതിരുന്നെങ്കിൽ എന്ന് എനിക്ക് വല്ലാണ്ട് ആഗ്രഹം വരുന്നു. പക്ഷെ നേരിട്ട് എന്റെ മനസ്സിലുള്ള ഫീലിങ്സ് പറഞ്ഞ് നീ അനീതിയായി കാണുന്നത് കൂടി പുള്ളി വേണ്ടെന്ന് വെച്ച് കംപ്ലീറ്റ് ആയി എന്നോടുള്ള കണക്ഷൻ അവസാനിപ്പിച്ചാലോ അത് പേടിച്ചിട്ടാ എന്റെ മനസ്സിലുള്ള കാര്യം പറയാനും ഒന്നും എനിക്ക് സാധിക്കാത്തതെന്നല്ല മൂ സങ്കടപ്പെടുമ്പോ അത്രേ ഉള്ളോ. അതിനോട് വഴിയുണ്ട്. ജിന്നിന് നിന്നോട് എന്ത് ഫീലിങ്സ് ആണുള്ളത് എന്നറിയാനായി നീ ജിന്നിനെ അസൂയ പിടിപ്പിക്കണം. അതിനായിട്ട് നീ ഒരു പയ്യനെ ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോ ഞാനിപ്പോ പയ്യനെ എവിടെ പോയി തപ്പാനാണെന്ന് മൂ ചോദിക്കുമ്പോ ഇവിടെ ഇഷ്ടംപോലെ പയ്യന്മാരില്ലേ, അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാനായി ഞാനാ പറയുന്നു. ഈ ഒരു ടീം അവിടെ ഇങ്ങനെ കണ്ണോടിക്കുന്ന മൂ കണ്ണുടക്കി നിൽക്കുന്നത് ഒരു പയ്യനിലാണ്. ആ പയ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ കണ്ടിരുന്നില്ല അന്ന് റേസില് മൂവിനെയും കൂട്ടി ജിൻ പോയത്. ആ ടീം ഒരു പയ്യൻ അവിടെ വന്ന് മൂവിന് കമന്റ് അടിച്ചില്ലേ, നിന്റെ നാവിഗേറ്ററിനെ എനിക്ക് അറിയാവോ, ഞാൻ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ആ പയ്യനാണത്. അവനെ മൂ നോക്കുന്നത് കണ്ടപാടെ ഞാൻ പറയുന്നുണ്ട് അവൻ വേണ്ട, അവൻ ഒരു മഹാ കോഴിയാ, അത് ശരിയാവില്ല, നീ വേറെ ഏതെങ്കിലും പയ്യന്മാരെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്റെ കസിനെ ആയാലും ചൂസ് ചെയ്തെന്ന് പറയുമ്പോഴാണ് ആരാണ് നാനയുടെ കസിൻ എന്ന് നമ്മൾ കാണുന്നത്. ദേ അങ്ങോട്ട് ഈ കാറിൽ സ്റ്റൈലായിട്ട് വന്ന് ഇറങ്ങുന്ന ആളെ കണ്ടോ, ലിൻ. അവനാണ് നാനയുടെ കസിൻ. ആക്ച്വലി ഇന്ന് ലിന്നിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇവിടെ ഈ നടക്കുന്നത്. എന്തായാലും ലിന്നിനെ കാണുന്ന മൂ ആളെ കണ്ടിട്ട് ഒരു ഫോറിനർ ഗെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അവൻ ഇവിടുത്തെ ഒരു ലോക്കൽ ആള് തന്നെയാ. പക്ഷെ ആൾക്ക് നന്നായിട്ട് ചൈനീസ് സംസാരിക്കാൻ സാധിക്കും, അതുകൊണ്ട് നിനക്ക് ചേരുമെന്ന് നാനാ പറയുമ്പോ ആളൊരു കംപ്ലീറ്റ് ഷോ സ്റ്റോപ്പർ ആണ്. ആളെ കണ്ടാ പക്ഷെ വലിയ ഡീസന്റ് ആണെന്ന് തോന്നില്ലല്ലോ എന്ന് മട്ടില് മൂ സംസാരിക്കുമ്പോ അങ്ങനെ ഒന്നുമില്ല, അവന് ഈ ഫ്ലേർട്ട് ചെയ്യുന്ന പെമ്പിള്ളാരെ തീരെ ഇഷ്ടമല്ല. പക്ഷെ നിനക്കൊരു ഹോപ്പ് ഉണ്ട്, ആൾക്ക് ചൈനീസ് പെൺകുട്ടികളെ ഇഷ്ടമാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചൈനീസ് ഒക്കെ അവൻ പഠിക്കും, ഒരു പക്ഷെ എപ്പോഴും ചൈന പെൺകുട്ടികളെ ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നിനക്കാള് പറ്റിയ ഒരു ചോയ്സ് ആണെന്നല്ല നാന പറയുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് നാന മൂവിനോട് സംസാരിക്കുമ്പോഴേക്കും നാനെ അവിടെ കണ്ട് ലിൻ സംസാരിക്കാനേ ഇങ്ങോട്ടേക്ക് എത്തുമ്പോ മൂവിനെ പെട്ടെന്ന് ലിന്നിന്റെ മുന്നിലേക്ക് നാന തള്ളിവിടുന്നു. ഈ ടീം രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്ന കണക്ക് കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനും നാനയ്ക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും ഫോട്ടോ എടുത്തത് ലിൻ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന നാന അവിടെ ഒരു നമ്പർ ഇറക്കുന്നുണ്ട്. ഇന്നത്തെ ഹെയർ സ്റ്റൈൽ സൂപ്പർ ആയിട്ടുണ്ട്, എന്റെ ബ്രദറിനെ കാണിക്കാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് അവനും ചേരും, അപ്പൊ അവനെ കാണിക്കാലോ എന്നൊക്കെ പറഞ്ഞ് നാന സംസാരിക്കുമ്പോ ലിന്നിന് ഫോട്ടോ എടുത്തത് വലിയ വിഷയമല്ല. പക്ഷെ നാനയോട് പ്രത്യേകമായിട്ട് എന്റെ കാറിൽ തൊട്ട് പോരുതെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ നാന ആ കാർ ഓടിച്ചൊരു പരുവാക്കുന്ന അറിയാവുന്ന കൊണ്ടായിരിക്കാം. ഇല്ല എനിക്കെന്തിനാ കാർ, എനിക്ക് വേറെ പ്ലാൻ ഒക്കെ ഉണ്ടെന്ന് അവള് പറയുമ്പോ ശരി ഓക്കെ എന്ന് പറഞ്ഞു വളരെ സ്നേഹത്തോടെ അനീതിയുടെ തലയിൽ ഒരു ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തിൽ തട്ടില്ല അതേ കണക്ക് പാറ്റ് ചെയ്ത് അവൻ അങ്ങ് മാറി പോകുമ്പോഴേക്കും ആ ഫോട്ടോസ് എല്ലാം നാന വേഗം മൂവിനെ കാണിക്കുന്നുണ്ട്. ദേ ഈ ഫോട്ടോ വേഗം തന്നെ നീ ജിന്നിന് അയച്ചു കൊടുക്കണം, നീയുള്ള ലൊക്കേഷനും അയച്ചു കൊടുക്കണം, അവൻ വേഗം പൊസസീവായി ഇങ്ങോട്ട് വരുമോ എന്ന് നോക്കാന്നല്ല നാന പറയുമ്പോ ഇത് പ്രശ്നമാവോന്നല്ല മൂ ചോദിക്കുമ്പോ നീ അങ്ങനൊന്നും ചിന്തിക്കേണ്ട, ഇപ്പൊ ഇത് ചെയ്താൽ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ അവളെ കമ്പൽ ചെയ്യുമ്പോ ശരി ഫോട്ടോ അറിയാതെ സെൻഡ് ആയതാന്നും കൂടി ഒരു മെസ്സേജും കൂടി അയച്ചാലോ എന്ന് ചോദിക്കുമ്പോ നീ ആള് കൊള്ളാലോ, ട്രിക്കൊക്കെ പഠിച്ചു വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേണ്ട കാര്യങ്ങളെല്ലാം മൂവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് മൂ ആ ഫോട്ടോ ജിന്നിനെ സെൻഡ് ചെയ്യുന്നു. ജിൻ അപ്പോഴേക്കും അവന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ഈ ഫോട്ടോ കാണുന്നത്. മൂ വേറൊരു പയ്യന്റെ കൂടെ സംസാരിച്ചെന്നാ ജിൻ ഇത്രയും ഷോക്കാവേണ്ട കാര്യമില്ല. പക്ഷെ സംസാരിച്ചു നിൽക്കുന്ന ആൾ ലിൻ ആയതുകൊണ്ട് വളരെയധികം ഷോക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ കണ്ട് അധികം സമയം പാഴാക്കാൻ നിൽക്കാതെ വേഗം തന്നെ ജിൻ അവിടെ നിന്ന് വണ്ടിയിൽ പുറപ്പെടുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ആ പാർട്ടി നടക്കുന്ന സ്ഥലം കാണുമ്പോൾ മൂവും നാനയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാന അവിടെ സ്നേഹിയുടെ ആളുകളെ കാണുന്നുണ്ട്. അവർ നാനെ അന്വേഷിച്ച് വന്നതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ ഇവരുടെ കയ്യിൽപ്പെട്ട ഇനി വീണ്ടും തന്നെ അവളുടെ അടുത്ത് ഫോർച്യൂൺ നോക്കാനായി കൊണ്ടുപോകുമല്ലോ എന്ന് ടെൻഷനായി മൂവിനോട് വേഗം തന്നെ നീ ആ ലിവിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുക, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് എസ്കേപ്പ് ആവാനായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മൂ അവിടെ ഒറ്റയ്ക്കായി ഇങ്ങനെ ഇരിക്കുന്ന ടീം അവിടെ ബേർഡ്സിനെ കണ്ട് അവൾ അതിനെ ഹാപ്പിയായി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവിടേക്ക് മറ്റേ റേസർ പയ്യൻ എത്തുന്നുണ്ട്. ലിയാങ് എന്നാണ് അവന്റെ പേര്. അവനാകട്ടെ മൂവിന്റെ അടുത്തെത്തി സംസാരിക്കുന്നുണ്ട്. നീ ആ ബ്രാൻഡിയുടെ ഗേൾ ആണോ? അത് കേട്ട് മൂ ഒന്നും മിണ്ടാതിരിക്കുമ്പോ നീ അവന്റെ ഗേൾ ഫ്രണ്ട് അല്ലാന്നൊക്കെ എനിക്കറിയാം, അന്ന് നിന്നെ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് അവന് തന്നെ വലിയ പ്രശ്നമായിരുന്നു. ഈ സീക്രട്ട് ആയി റേസിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പുറത്തുള്ളവരെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ റൂൾ ഉണ്ടല്ലോ, അത് വെച്ചാണ് ജിൻ അപ്പൊ അങ്ങനെ പറഞ്ഞത്. അതിനെപ്പറ്റി വലിയ കാര്യമായി മൂന്ന് അറിയില്ലെങ്കിലും ഈ ലിയാങ്ങിന് അറിയാം. അവനങ്ങനെ പറയുമ്പോഴേക്കും ജിന്നിനെ പറ്റി എന്തൊക്കെ ലിയാങ്ങിന് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റിയിൽ അവിടെ മൂ ചോദിക്കുമ്പോ അവനെ പറ്റി അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആണല്ലേ, ശരി ഈ ഡ്രിങ്ക്സ് കുടിക്കുക എന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് ഒരു ഡ്രിങ്ക്സ് എടുത്ത് ലിയാങ് കൊടുക്കുമ്പോൾ അത് കുടിക്കാതെ അവൾ അങ്ങനെ മടിച്ചു നിൽക്കുമ്പോ ഇതിൽ ഞാൻ വല്ലോ മിക്സ് ചെയ്തിട്ടുണ്ടോന്നാണോ നീ കരുതുന്നത്? അന്ന് നിന്നെ കണ്ടപ്പോ നീ വളരെ ബോൾഡ് ആയ ഒരു പെണ്ണാണെന്നാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞ് അവളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ട്. ഈ ടീം അവൾ അത് വാങ്ങിച്ചു കുടിക്കുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ലിൻ വരുന്നുണ്ടായിരുന്നു. അത് കുടിച്ച പാടെ മൂന്ന് പെട്ടെന്ന് കാഴ്ചയൊക്കെ ബ്ലറായി വല്ലാത്ത മയക്കം വന്നവൾ ഇങ്ങനെ കുഴഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൾക്ക് ഡ്രിങ്ക്സ് കൊടുത്ത ലിയാങ് ആകട്ടെ ഷവോ ക്യുങ്ഷി എന്ന ഒരു പേര് അവിടെ പറയുന്നുണ്ട്. ഈ പേര് ആ ഒരു തളർച്ച അനുഭവപ്പെടുന്ന സമയത്ത് കേൾക്കുന്ന മൂവാട്ടെ ആരാണ് ഷവോ ക്യുങ്ഷി എന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ
കംപ്ലീറ്റ് ആയി കൊളാപ്സ് ആവുന്നുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് അങ്ങോട്ടേക്ക് വന്ന ലിൻ അവളെ താങ്ങി പിടിക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ അവളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജിന്നിന്റെ വരവ്. ഈ പാർട്ടി നടക്കുന്നത് ലിന്നിന്റെ വീട്ടിന്റെ അവിടെയാണ്. എന്തായാലും അവിടെ എത്തിയ ജിൻ നാനയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നാനയുടെ കൂടെയാണ് മൂ പോയിട്ടുള്ളതെന്ന് സാൻലിയുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ജിൻ സാൻലിയുടെ കയ്യിൽ നിന്ന് തന്നെ നാനയുടെ നമ്പർ വാങ്ങിയിരുന്നു. അങ്ങനെ അവളെ വിളിച്ച് എവിടെ മൂ, എനിക്കിപ്പോ അവളെ കാണണമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും ഇവിടെ നമ്മുടെ നാന ആ സ്നേഹിയുടെ ആളുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഒളിച്ചൊളിച്ച് നടക്കുകയാണല്ലോ. അവൾ എന്തെങ്കിലും പറയും മുന്നേ അങ്ങോട്ടേക്ക് എത്തിയ സ്നേഹിയുടെ ആളുകൾ നാനയെ കണ്ട് അവളെ അവിടെ നിന്ന് നീ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും ആ ഒരു കാഴ്ച ജിൻ കണ്ടു വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവളെ എന്തിനാ പിടിച്ചോണ്ട് വന്ന് വിടാനായി. അത് കണ്ട് അങ്ങോട്ടേക്ക് എത്തിയ ജിൻ പറയുമ്പോ അയ്യോ ബ്രാൻഡ് ഇവിടെ ഉണ്ടായിരുന്നോ, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് അവന്മാര് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. നാനെ പിടിച്ചോണ്ട് പോകാനായി നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ കയ്യിൽ നിന്നുള്ളതെല്ലാം മേടിച്ചു കൂട്ടേണ്ടി വരുമെന്ന് അവർക്കറിയാം. മൂമു എവിടെയെന്ന് ജിൻ ചോദിക്കുമ്പോ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം, അവളുടെ ലിവിംഗ് റൂമിൽ ഉണ്ടെന്നും പറഞ്ഞ് നാന അവനെയും കൂട്ടി അകത്തേക്ക് പോന്നു. അപ്പോഴേക്കും ബോധം പോയിട്ടുണ്ടായിരുന്ന മൂവിനെ ലിൻ എടുത്തോണ്ട് പോയിരുന്നല്ലോ. അവനിങ്ങനെ അവന്റെ റൂമിന്റെ അവിടേക്ക് അവളെ കൊണ്ടുപോകുന്നത് കാണുന്ന അവിടുത്തെ സ്റ്റാഫ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറെന്ന് ചോദിക്കുമ്പോ ഒരു കുഴപ്പമില്ല, ഇത് നാനയുടെ ഫ്രണ്ടാണ്, എന്തോ ഡ്രഗ്സിൽ മിക്സ് ആയ ഡ്രിങ്ക്സ് കുടിച്ചു, ഒരു സിപ്പേ കുടിച്ചുള്ളൂ, അതുകൊണ്ട് എന്തായാലും അധികം വൈകാതെ അവൾ ഉണർന്നോളും, അതുവരെ ഇവിടെ കിടക്കട്ടെ എന്ന് അവൻ അപ്പൊ ഒരു ദുരുദ്ദേശം ഇല്ലാതെ അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന രീതിക്കാണ് അവിടെ സംസാരിക്കുന്നത്. എന്തായാലും അവൻ അങ്ങനെ അവളെ കിടത്തി പൊതപ്പിക്കുന്ന ആ ഒരു ടൈം അങ്ങോട്ടേക്ക് നാനയുടെ കൂടെ ജിൻ എത്തുന്നുണ്ട്. ജിൻ ഈ കാഴ്ച കണ്ട് അവൾ എന്തോ ഡ്രിങ്ക്സ് കുടിച്ച് ഇങ്ങനെ മയങ്ങി പോയതാണെന്ന് മനസ്സിലാക്കി അത് ലിന്നാണ് കൊടുത്തതെന്ന് തെറ്റിദ്ധരിച്ച് അവനെ ചീത്ത പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലിൻ നീ എന്താ പറഞ്ഞെന്ന് ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ലിന്നിന്റെ നേർക്ക് നേരെ നിന്ന് ജിൻ വീണ്ടും ആ ഒരു ചീത്ത പറയുമ്പോഴേക്കും ലിന്നിനും ദേഷ്യം വരുന്നു. അവർ തമ്മിൽ അവിടെ അടിയാവുന്നുണ്ട്. ഓൾറെഡി അന്ന് ബോക്സിംഗിന്റെ ഇടയിൽ നീ അത് പൂർത്തിയാക്കാതെ പോയതിന്റെ കടം നമുക്കിടയിൽ വീട്ടാനുണ്ടെന്നും പറഞ്ഞ് ആ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തിട്ടാണ് ലിൻ ജിന്നുമായി ഫൈറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ജിൻ നല്ലൊരു ബോക്സറാണ്. ജിന്നിന്റെ മുകളിൽ ബെറ്റ് വെച്ച ആ ഒരാളാണ് ലിൻ. ലിന്നിന് തീർച്ചയായും ബോക്സിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കില്ല അവൻ ആ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നന്നായി തന്നെ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വലിയ കേക്കിന്റെ മുകളിലേക്ക് ജിന്നിനെ ലിൻ എടുത്തിട്ട് അടിച്ച ക്രീം എല്ലാം അവന്റെ ദേഹത്താവുമ്പോൾ എനിക്ക് ക്രീം തീരെ ഇഷ്ടമല്ലാന്ന് ജിൻ പറയുന്ന ടീം എങ്കിൽ നെക്സ്റ്റ് ടൈം വേറെ വല്ലതും വെച്ച് നിന്നെ അടിക്കാമെന്ന് പറഞ്ഞ് ലിൻ വീണ്ടും നിൽക്കുകയാണ്. അങ്ങനെ വേറെ അടി ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കട്ടയ്ക്ക് നിന്ന് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് കാണാനേ. ഞാനാ നിങ്ങളിങ്ങനെ അടി ഉണ്ടാക്കാതെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരിത് കേൾക്കുന്നില്ല. അപ്പോഴേക്കും മൂന്ന് ബോധം വരുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന നാന വേഗം അത് ഉറക്കെ പറയുമ്പോൾ ജിൻ അടി നിർത്തി വേഗം മൂവിന്റെ അടുത്തേക്ക് എത്തി അവൾ എങ്ങനെയുണ്ടെന്ന് നോക്കാണ്. നീ ഓക്കെ അല്ലേന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും ഇവിടെ എന്താ നടന്നേന്ന് മൂന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ ടീം നാന ലിന്നാണ് നിനക്ക് എന്തോ ഡ്രിങ്ക്സ് കലക്കി തന്ന് നീ ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് ജിൻ ലിന്നുമായി ഇവിടെ ഫൈറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഞാനൊരു കോക്ടെയിൽ കുടിച്ചു, അത് കുടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ആയിന്നെല്ലാം അവൾ പറയുമ്പോൾ ഇച്ചിയായി ഇതേ കഴുത്തിന്റെ ഇവിടെ എന്തൊക്കെയോ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കാണിക്കുമ്പോൾ അവളുടെ കഴുത്തൊക്കെ ജിൻ ഇങ്ങനെ പരിശോധിക്കുന്നതൊക്കെ നാനയും ലിന്നും ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് അലർജി ആയതാന്ന് തോന്നുന്നു, എന്ത് ഫ്ലേവർ ആയിരുന്നു അതിനെന്ന് അവൻ ചോദിക്കുമ്പോൾ പീച്ചിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു എന്ന് മൂ പറയുമ്പോൾ അത് അലർജി ആയത് സാരമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അവൻ വേഗം ദേഹത്ത് കിടന്ന കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുത്ത് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനെ ഒരുങ്ങുന്ന ടീം ഇന്ന് ചെയ്തു തന്ന ഫേവറിന് ഒരു ദിവസം ഞാൻ പകരം തരാമെന്ന് പറഞ്ഞാണ് അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ലിന്നൊന്നും ചെയ്യാൻ നോക്കിയതല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ജിൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവർ പോകുമ്പോൾ ലിൻ പക്ഷെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം ഇപ്പൊ ഒരു പ്രശ്നം അവിടെ ഉണ്ടായല്ലോ. അപ്പോ അതിന്റെ പേരിൽ അവൻ ഡിസ്റ്റർബ്ഡ് ആയി തന്നെ അവിടെ നിൽക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഹോസ്പിറ്റലാണ് കാണുന്നത്. അവിടെ ഇവരുടെ കൂടെ നാനിയും വന്നിട്ടുണ്ടായിരുന്നു. നാനിയും മൂ അവിടെ ഇരിക്കുമ്പോൾ ജിൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാറി നിൽക്കാണ്. ഈ ടീം മൂ പറയുന്നുണ്ട് ഞാൻ ഇന്ന് കൊടുത്ത പണിക്ക് ജിന്നിന് എന്നോട് നല്ല കലിപ്പ് കാണും, എന്ത് ചെയ്യുന്നില്ല. അത് കേൾക്കുന്ന നാനാട്ടെ അങ്ങനൊന്നും നീ ചിന്തിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് പണി കൊടുത്തോണ്ടേ ഇരിക്കണം, എന്നാലല്ലേ നീ എന്നൊരുത്തി ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ജിൻ മറക്കാതിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്ത് നല്ല ഉപദേശമല്ലേ. എന്തായാലും കൂട്ടത്തിൽ തന്നെ നിനക്ക് പീച്ച് അലർജി ആണെന്ന് ആൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ഏതാണ്ട് ഒരു 10 വർഷം ആയില്ലേ പിരിഞ്ഞിട്ട്, എന്നിട്ട് വീണ്ടും ഇപ്പോഴല്ലേ കാണുന്നത്, എന്നിട്ടും നിനക്ക് ആ ഒരു അലർജി ഉണ്ടെന്നോ നിന്റെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ആള് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഇത്രയും വർഷമായിട്ടും നിന്നെ പറ്റി മനസ്സിൽ എന്തോരം ചിന്തയുണ്ടായിരുന്നിരിക്കും. ഇന്ന് ലൈറ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് കൊടുത്തപ്പോ നമുക്കത് മനസ്സിലായില്ലേ, ഇനി നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോ ഇതെല്ലാം കേട്ടിങ്ങനെ മൂ അവനെ തന്നെ നോക്കി നിൽക്കാണ്. അങ്ങനെ ഡോക്ടർ മൂവിനെ പരിശോധിച്ച ശേഷം അത് പീച്ച് അലർജി തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. കൂടാതെ അവൾക്ക് ശരീരത്തിൽ കുറച്ച് ന്യൂട്രീഷനും കുറവായിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഒബ്സർവേഷന് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യണമെന്ന് പറയുമ്പോൾ നാന അത് കേട്ടുപാടെ ജിന്നിന് വഴക്ക് പറയുന്നുണ്ട്. അനിയത്തിയെ ഇത്രയും നാൾ കൂടി കണ്ടിട്ട് ഇപ്പൊ അവൾക്ക് ന്യൂട്രീഷനും കുറവായി, ഇതൊക്കെ ഒരു ചേട്ടനാണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അതൊന്നും കേട്ട് ജിന്നിന് ഒട്ടും ദേഷ്യം വരുന്നില്ല കേട്ടോ. എന്തായാലും അവനെ അഡ്മിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടി മാറിപ്പോകുമ്പോൾ ഇന്ന് നല്ലൊരു ചാൻസാ, നന്നായി ഉപയോഗിച്ചേക്കണമെന്ന് നാന മൂവിന്റെ ചെവിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അഡ്മിറ്റ് ആയ ശേഷം നാന പോകാനേ ഒരുങ്ങാണ്. എന്റെ അനിയൻ ഒറ്റയ്ക്ക്, അതുകൊണ്ട് എനിക്ക് അവന്റെ കാര്യങ്ങൾ നോക്കാനേ പോയേ പറ്റൂ, ഞാൻ പോവാ. പിന്നെ ജിൻ പ്രത്യേകമായി മൂവിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്നും പറഞ്ഞ് പോകുന്നതിന് മുന്നേ മൂവിനോട് എല്ലാം നിന്റെ കയ്യിലാ ശരിയാക്കിക്കോണമെന്നും പറഞ്ഞ് സിഗ്നൽ ഒക്കെ കാണിച്ചാണ് പോകുന്നത്. എന്തായാലും ആ ടീം മൂവ് ആവട്ടെ. ഇപ്പൊ താൻ കാരണം ജിന്നിന് കുറച്ച് ബുദ്ധിമുട്ടായില്ലേ, അതിന്റെ പേരിൽ സോറി ചോദിക്കാമെന്ന് കരുതി എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ ബുദ്ധിമുട്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് സോറി പറയുമ്പോ അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് അവൾക്ക് കുടിക്കാനായി അവൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ വെള്ളം കുടിക്കാൻ
പഠിക്കുന്നവൾ, എന്നാലും ആ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം ചോദിച്ചില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പറയാന്ന് കരുതി. എന്നെ രക്ഷപ്പെടുത്തിയ ആള് ലിന്നല്ലേ എന്നിങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടുമ്പോ ലിന്നിനെ മുന്നേ അറിയാമോ എന്ന് അത് കേട്ട് ജിൻ ചോദിക്കുമ്പോ ആള് നാനയുടെ കസിൻ അല്ലേ, പിന്നെ വളരെ ഹാൻഡ്സമോ ആണല്ലോ എന്നല്ല മൂ മനഃപൂർവ്വം ഇങ്ങനെ പറയുമ്പോ ജിന്ന അത് കേട്ട് ദേഷ്യപ്പെടാതെ അവിടെ അങ്ങനെ നിൽക്കാണ്. അല്ല എന്നോട് ഒന്നും ചോദിക്കാനില്ലേന്ന് മൂ ചോദിക്കുമ്പോ എന്താ വേണ്ടത്, നിനക്ക് വിശക്കുന്നുണ്ടോന്ന് ജിൻ ചോദിക്കുന്നുണ്ട്. ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ലേന്ന് അവൾക്കാകെ ദേഷ്യം വരുമ്പോഴേക്കും ഞാൻ സാൻലിയോട് പറഞ്ഞു ഫുഡ് വരുത്തിക്കാന്ന് ജിൻ പറയുമ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ കുറച്ച് ബിസ് ചെയ്തുകൊണ്ട് ശരിക്കും ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ട് ഇങ്ങനെ ആയത്, കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ടെന്നില്ല അവൾ പറയുമ്പോൾ അവളെ മര്യാദയ്ക്ക് നോക്കാത്തത് അവന്റെ തെറ്റാണെന്ന രീതിക്ക് അവനപ്പോ സോറി പറയുമ്പോ സോറി ഞാനല്ലേ അങ്ങോട്ട് പറയേണ്ടത്, ഞാനല്ലേ ഇപ്പൊ ബുദ്ധിമുട്ടിച്ചെന്ന് പറയുന്നവൾ അവനാകട്ടെ അവളെ ഇവിടെ ആക്കി പോകാനായി ഒരുങ്ങാണെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പേടിയാ, പ്ലീസ് ഇന്ന് നൈറ്റ് എന്നോട് ഇവിടെ നിൽക്കുമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നുണ്ട്. കൂടാതെ ആ ടീം അവൾ അവനോട് ഇന്നലെ ആരെയോ കാണാൻ പോയിരിക്കല്ലായിരുന്നോ, ആരാ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളെ നോക്കുന്നുണ്ട് എന്താണെന്ന മട്ടില്. ആ ടീം അവൾ അതല്ല, അങ്ങനെ വല്ല ആണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞ് വളരെ ക്യൂരിയസ് ആയി അവൾ ഇരിക്കുമ്പോ ഞാൻ കാണാൻ പോയത് ഒരു പയ്യനെയാ, പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടാനായിട്ട് എനിക്ക് ആരുമില്ല, നീ ബുദ്ധിമുട്ടാതിരുന്നാ മതിയെന്ന് അവൻ പറയുമ്പോൾ അവൾ പൊസസീവായാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന മറുപടിയാണ് അവൻ നൽകിയത്. എന്തായാലും അവൾ എനിക്കെന്താ കുഴപ്പം, ഞാൻ ഹാപ്പി ആണെന്ന് പറയുന്നു. ഒരു പെണ്ണിനെ അല്ല കാണാൻ പോയെന്ന് മനസ്സിലാകുമ്പോൾ അവൾ ഹാപ്പി അല്ലാണ്ടിരിക്കുവോ. എനിക്ക് വിശക്കുന്നു, ഒരു ആപ്പിൾ കട്ട് ചെയ്ത് തരാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ബെഡിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ആപ്പിൾ എടുക്കാനായി അവൻ അവളുടെ അടുത്തൂടെ വളരെ ക്ലോസ് ആയി ഇങ്ങനെ എത്തി വലിയുന്നുണ്ട്. കറക്റ്റ് ആയി ആ ഒരു ടീമാണ് സാൻലി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതെന്ത് ഇവിടെ നടക്കുന്നതെന്ന് അവനിങ്ങനെ ഒച്ച വെച്ചോണ്ട് വരുമ്പോ എന്താണ് നീ കാണിക്കുന്നത്, എന്തൊരു ഹോസ്പിറ്റൽ അല്ല ഇങ്ങനെ ഒച്ച വെക്കണോന്ന് ജിൻ ചോദിക്കുമ്പോ ഈ പാതിരാത്രി എന്നെ വിളിച്ച് എനിക്ക് പണി തന്നതും പോരാ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു സാൻലിയും ചെടുങ്ങുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് പോലും പറയാൻ വയ്യ, ഞാനിപ്പോ നിനക്ക് വേണ്ടി വന്നത്, എന്താ ഓക്കെ അല്ലേന്നും പറഞ്ഞ് അവൻ വേഗം മൂവിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് റെസ്റ്റ് വേണം, നീ ചുമ്മാ ചെവി കടിച്ചു തിന്നാതെ എന്ന് ജിൻ പറയുമ്പോ എങ്കിലേ മോൻ ഇങ്ങോട്ട് വാ നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് ജിന്നിനെയും കൂട്ടി സാൻലി പുറത്തേക്ക് ഇറങ്ങുന്നു. എടാ സത്യം പറ നീ അവിടെ എന്തെടുക്കായിരുന്നു എന്ന് സാൻലി ചോദിക്കുമ്പോ ഞാൻ എന്തെടുക്കാൻ, ഞാൻ ആപ്പിൾ എടുക്കായിരുന്നു എന്ന് ജിൻ പറയുമ്പോ ആപ്പിൾ എടുത്തു, പിന്നെ ഇന്ന് മൂവനോട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു, നീ എന്താ അതിന് മറുപടി പറഞ്ഞെന്ന് വളരെ ആകാംക്ഷയിൽ ജിൻ ചോദിക്കുമ്പോ നിനക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് സാൻലി പറയുമ്പോഴേക്കും ജിൻ അവനെ അടിക്കാനേ ഒരുങ്ങുമ്പോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ എങ്ങും തൊടാത്ത ഒരു ഉത്തരവാണ് അവൾക്ക് കൊടുത്തത് എന്നവൻ പറയുമ്പോ എടാ നിനക്ക് സത്യം അറിയാവുന്നല്ലേ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, നിനക്ക് ഇങ്ങ് പറയാൻ മേലായിരുന്നു, വെറുതെ എന്തിനാ അവളെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്നതെന്നെല്ലാം ദേഷ്യപ്പെടുന്ന ജിൻ നീ കാരണം എനിക്ക് എപ്പോഴും പണി മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ആപ്പിൾ എറിഞ്ഞ് വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ സാൻലി ഇവിടെ എന്താ നിങ്ങൾ പുറത്ത് സംസാരിച്ചോണ്ടിരുന്നതെന്നല്ല മൂ ചോദിക്കുമ്പോൾ അവനെ ഞാൻ പറഞ്ഞു വിട്ടു, പിന്നെ എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ല ഉള്ളതെന്നും ജിൻ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് മൂവിനോട് പറയുന്നുണ്ട്. നീ എന്തായാലും അതോർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പറയുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. കൂടാതെ നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അച്ഛന്റെ വീട് നിന്റെ വീടും കൂടിയാ, ഒപ്പം തന്നെ എന്റെ സ്ഥലവും നിന്റെ സ്ഥലം തന്നെയാണെന്നെല്ലാം പറയുന്ന അവൻ നിന്നെ ആരും ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല, നിനക്ക് പ്രൊട്ടക്ഷൻ ഞാനുണ്ടാവുന്നെല്ലാം അവൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അവൾ വളരെ 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 ഹാപ്പി ആവുന്നുണ്ട്. ആ ടീം അവിടേക്ക് നേഴ്സ് എത്തുന്നുണ്ട്. മൂവിന്റെ ബൈസ്റ്റാൻഡർ ആയ ജിന്നിനോട് ചില പേപ്പേഴ്സ് സൈൻ ചെയ്യാനായി പറഞ്ഞ് പെന്നൊക്കെ കൊടുക്കുമ്പോൾ ആ പെൻ തെളിയാത്തതിനെ തുടർന്ന് പോക്കറ്റിൽ കിടന്ന് മൂ ഗിഫ്റ്റ് ചെയ്ത പെൻ എടുത്ത് അവൻ സൈൻ ചെയ്യുന്നത് കണ്ട് മൂ വളരെ ഹാപ്പിയോ ഞാൻ കൊടുത്ത പെന്നെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് അവൾ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് കാണുന്ന ജിൻ എന്തോ ഒരു ചിരി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് അവൾ പറയുന്ന ടീം അവനും ചിരി വരുന്നുണ്ട്, കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലിന്നിനെയാണ്. പാവം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ലിന്ന് ഒരാളെ സഹായിക്കാൻ പോയി ഇപ്പൊ ഇടിയും കൊണ്ട് ഈ പരുവത്തി ഇരിക്കല്ലേ പാവം പയ്യെ. എന്തായാലും അവന്റെ അടുത്തേക്ക് എത്തുന്ന നാന മോമോ പീച്ച് കഴിച്ച് അങ്ങനെ അവൾക്ക് അലർജി വന്നതാ, കുഴപ്പമില്ല ഇപ്പൊ അവള് ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുമ്പോൾ അവളെ എങ്ങനെയാ നിനക്ക് പരിചയമെന്ന് ലിൻ ചോദിക്കുന്ന ടീം ഞങ്ങള് ഫ്ലൈറ്റ് യാത്രക്കിടയിൽ പരിചയപ്പെട്ടതാ, നല്ല പെങ്കൊച്ച, എനിക്ക് വളരെ ഇഷ്ടം അവളെ, എന്നാലും ഇന്ന് പക്ഷേ വെറുതെ ഒരു അടിപിടി ഉണ്ടായല്ലോ എന്ന് അതിന്റെ ഇടയിൽ നാന പറയുമ്പോൾ ഇനി ഇതിന്റെ വാലായിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേന്നും കൂടി ചോദിക്കുന്ന ടീം നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേന്ന് ലിൻ അത് ഇഷ്ടപ്പെടാതെ ചോദിക്കുന്നുണ്ട്. വേറെ എന്ത് ചോദിക്കാനാണെന്ന് അവളിങ്ങനെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം അവൻ ഓർമ്മപ്പെടുത്തുന്നു. ആയിരുന്നല്ലേ എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ അവനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നിങ്ങനെ പാട്ട് പാടുമ്പോൾ അത് കേട്ടിരിക്കുന്ന അവന്റെ മുഖം കണ്ട സത്യം പറഞ്ഞ ചീരി സഹിക്കാൻ വയ്യ. എന്തായാലും അപ്പോഴേക്കും ഇതുപോലെ ഹോസ്പിറ്റലിലാണ് എന്ന കാര്യങ്ങളൊക്കെ ജിൻ അച്ഛന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് കാണുന്ന രണ്ടാനമ്മ നമ്മൾ അവളെ ഹോസ്പിറ്റലിൽ പോയി നോക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട, അവൾ ജിന്നിന്റെ കൂടെ അല്ലേ ഉള്ളത്, അവൾ അവിടെ സേഫ് ആണെന്ന് അച്ഛനും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസമാട്ടെ ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ജിൻ മൂവിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അച്ഛന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾ ഞാൻ നിന്റെ കൂടെ നിന്നോട്ടെ എന്നെല്ലാം ജിന്നിനോട് ചോദിക്കുന്നുണ്ട്. അവൻ വേണ്ടാന്ന് പറയുമ്പോൾ നിന്റെ ഇടോ എന്റെ ഇടോ എന്നൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞിട്ട് രാവിലെ ആയപ്പോ വിധം മാറിയോ എന്നൊക്കെ അവൾ ഇങ്ങനെ ചിണുങ്ങുമ്പോൾ നീ എന്താ ഈ പറയുന്നത്, ആൾക്കാർ കേട്ട് എന്ത് വിചാരിക്കുന്നു അവൻ പറയുന്ന ടീം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, കണ്ടില്ലേ എനിക്ക് ന്യൂട്രീഷൻ കുറവാണെന്ന്, ഇതെങ്ങാണോ അച്ഛൻ അറിഞ്ഞാ അച്ഛന് ടെൻഷനായി, പിന്നെ അച്ഛന് കള്ളു കുടിക്കാൻ ആ കാര്യം മതി, പിന്നെ വീട്ടിലുള്ള അനീതിയെ നോക്കാനല്ലേ രണ്ടാനമ്മയ്ക്ക് നേരം കാണും, എന്റെ കാര്യം അവിടെ ആരും നോക്കാൻ, എനിക്ക് ആരുമില്ല, എനിക്ക് ന്യൂട്രീഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവളവിടെ ഭയങ്കരമായ ഒരു നമ്പർ ഇടുമ്പോ ജിൻ ഒന്ന് ആലോചിക്കുന്നുണ്ട്. വണ്ടി നിർത്തിയവൻ ശരി ഇവളിങ്ങനൊക്കെ പറയുമ്പോ അവിടെ കൊണ്ടുവിടണ്ട, തന്റെ കൂടെ തന്നെ കൂട്ടാന്ന് കരുതി വണ്ടി തിരിച്ച് അവന്റെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന
നടക്കുന്നവൾ എന്റെ ആക്ടിങ് ഫലിച്ചെന്ന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ജിന്നിന്റെ ഗ്യാരേജിൽ തന്നെ കൂടാനായിട്ടുള്ള പ്ലാനിലാണ് മൂമു. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.